ബാക്ക് ടു സിഎസ് ആൻഡ് മാത്സ്. നമ്മുടെ LBS-MC-യുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇതാ, വളരെ കാലം നമ്മൾ കാത്തിരുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് നേരെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെറുതെ പറയുന്നതല്ല, കുറച്ച് കാര്യങ്ങൾ അത് മുന്നേ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കുന്നതിന് മുന്നേ, ടോക്കൺ ഫീ കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് കാണാൻ പറ്റും എന്താണ് നമ്മുടെ അലോട്ട്മെന്റ് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. വിച്ച് മീൻസ് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് വേ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, പേയ്മെന്റ് ഗേറ്റ് വേ ഓൺ ആയിട്ടുണ്ടാവും. ഒരു ടൈം ഉണ്ട്, അതായത് 4 മണിക്കാണ് അത് തുറക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് 4 PM എന്ന് 3/8/26 മുതൽ ആണത് ഓപ്പൺ ആവുന്നതെന്ന് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കാര്യം നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ID ദെൻ പാസ്വേഡ് ക്യാപ്ച കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് നോക്കാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കോർ കാർഡിനെ കുറിച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. കോളേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എന്താ ഉണ്ടാവുക, റീഅറേഞ്ച് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ട്. അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സാധനം വന്നിട്ടുണ്ട്. നേരെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത്, വിച്ച് മീൻസ് കോളേജ് ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല. കോളേജ് ഓപ്ഷനിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചേഞ്ചോ ഇവിടെ റീഅറേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനോ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ കഴിയില്ല. ഓക്കെ, അടുത്ത റീഅറേഞ്ച് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതാണ്. ഇതെന്താണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഇത് അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നിങ്ങൾ വരേണ്ടത് അലോട്ട്മെന്റിലേക്കാണ്. ലോഗിൻ ചെയ്യുക, ആപ്ലിക്കേഷൻ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കോളേജ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. ഏതാണ്, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്, UC കോളേജ് ആലുവയാണ്. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ടോക്കൺ അടയ്ക്കാനുള്ള ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രാം തീയതിയാണ്, 4 മണി വരെയാണ്. 4 മണിക്കാണ് അത് ഓപ്പൺ ചെയ്യുള്ളൂ എന്നുള്ള കാര്യമാണ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തുതരാം. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പേയ്മെന്റ് ലിങ്ക് വിൽ ആക്ടിവേറ്റഡ് ഫ്രം 3/8/2026. അതായത് ഈ വന്ന ടൈം മുതൽ 4 മണിക്കാണ്, ഈ വീഡിയോ കാണുന്ന ടൈം മുതൽ എന്തായിട്ടുണ്ടാവും, ഓപ്പൺ ആയിട്ടുണ്ടാവും. ഞാനിത് ലോഗിൻ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയ സമയത്ത് എന്താണ്, ഇത് ഓപ്പൺ ആയിട്ടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഏതാന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഏത് കാറ്റഗറി, സീ ടൈപ്പ് ഒക്കെ ഉണ്ട്. അലോട്ട്മെന്റ് റൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോക്കൺ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 10,000 ആണ് ടോക്കൺ ഫീസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ടോക്കൺ ഫീസ് എത്ര വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ, നിങ്ങൾ ഉദ്ദേശിച്ച ഓപ്ഷൻ അല്ല നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ ടോക്കൺ ഫീ അടച്ചിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റും. കാൻഡിഡേറ്റ് മസ്റ്റ് പേ എന്താണ്, ടോക്കൺ ഫീ വിത്തിൻ ദി സ്റ്റിപ്പുലേറ്റഡ് ടൈം ടു കൺഫേം എന്താണ് ദെയർ വില്ലിങ്സ് ടു റിട്ടൈൻ ദ അലോട്ട്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, പേയ്മെന്റ് ഓഫ് ടോക്കൺ ഫീസ് മാൻഡേറ്ററി ടു ബി കൺസിഡേർഡ് ഫോർ ഹയർ ഓപ്ഷൻ ഇൻ ദി സെക്കൻഡ് അലോട്ട്മെന്റ്. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടണമെങ്കിൽ ദിസ് പേയ്മെന്റ് എന്ന് പറയുന്നത്, ടോക്കൺ ഫീ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ടോക്കൺ ഫീ നിങ്ങൾ നിർബന്ധമായും അടച്ചിരിക്കണം. ഇഫ് യു വിഷ് ടു ബി കൺസിഡേർഡ് ഫോർ ഹയർ പ്രിഫറൻസ് ഇൻ ദ നെക്സ്റ്റ് അലോട്ട്മെന്റ് മേ rearrange, delete or retain the only option that are placed above the currently allotted option. നമ്മൾ മുന്നേ പറഞ്ഞത് താഴേക്കുള്ള ഓപ്ഷൻ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. തൊട്ട് മുകളിൽ നിങ്ങൾ എന്താണോ കൊടുത്തത് ആ ഓപ്ഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അലോട്ട്മെന്റിൽ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ. ഓപ്ഷൻ ബിലോ ദി അലോട്ട്മെന്റ് ഓപ്ഷൻ കനോട്ട് ബി മോഡിഫൈഡ് ഓർ കൺസിഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് ഈ പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജ് കിട്ടി, നിങ്ങളൊരു സേഫ് സോണിലാണ്, ദെൻ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഹയർ കോളേജിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അവരും നിങ്ങൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യണം. വിച്ച് മീൻസ് നിങ്ങൾക്ക് കിട്ടിയ സ്ഥലം ഇനി അടുത്തേക്ക് അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യണമെങ്കിലും നിങ്ങൾ
എന്ത് ചെയ്യണം, ഈ പേയ്മെൻറ്റ് കൃത്യമായി ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസാന ഡേറ്റും നമുക്ക് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ എന്ത് ചെയ്യാം, പറയാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും ഈ റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണില്ല. പേയ്മെൻറ്റ് ചെയ്യാനുള്ള സാധനം ഇപ്പം എന്ത് ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്തിട്ടില്ല. 4 മണിക്ക് തൊട്ട് ഓപ്പൺ ആവും. ഞാൻ ജസ്റ്റ് ഒരു അഡ്വൈസും കൂടി പറഞ്ഞിട്ട് നിങ്ങളുടെ ഇത് വീഡിയോ നിർത്താം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പേയ്മെൻറ്റ് ഓപ്പൺ ആയ ഉടൻ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോകരുത്. മേ ബി ഫെയിൽ വരാൻ സാധ്യതയുണ്ട്. 2 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പേയ്മെൻറ്റ് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ടൈം, അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ 3-ാം തീയതി ആണല്ലോ, 3/8/26 4 PM തൊട്ടാണ് എന്ത് ചെയ്യുക, പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഗേറ്റ് വേ തുറക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് 5 തോന്നുന്നു. ഞാൻ കൺഫേം ആക്കിയിട്ട് പറഞ്ഞുതരാം. 5/8/26 ഈ 2 ഡേറ്റിൻ്റെ ഇടയ്ക്കിൽ നിങ്ങൾ ഓപ്പൺ ആയ ആ ടൈം തന്നെ പേയ്മെൻറ്റ് അടയ്ക്കാൻ നിൽക്കരുത്. കാരണം എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന സമയമായിരിക്കും. അവിടെ ഒരു റഷ് വരും. പിന്നെ മേ ബി സൈറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ ഒരു കൺസിഡറേഷൻ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ, ജസ്റ്റ് ഒരു അഡ്വൈസ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ട്രാഫിക് വരുന്ന സമയമാണ്. വിച്ച് മീൻസ് ഇൻ ദ വെബ്സൈറ്റിൽ ഒന്നിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഫെയിൽ ആവാണ്ടൊക്കെ ഉള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. അങ്ങനെ ഫെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ നെറ്റ്വർക്കിൻ്റെ കാര്യം ഉറപ്പുവരുത്തുക, ബാങ്ക് സെർവറിൻ്റെ കാര്യം ഉറപ്പുവരുത്തുക. ഇതൊക്കെ നിങ്ങൾ അതിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മെയിനായിട്ട് നിങ്ങളിപ്പോൾ ഒരു നാളെ 4-ാം തീയതി ഒക്കെ ആയിട്ട് നാളെ രാവിലെയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു സജഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 4-ാം തീയതി നിങ്ങൾക്ക് നല്ല മോർണിംഗ് തന്നെ നല്ല രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാം. സൈറ്റിന് നിലവിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് ചെയ്ത് അത് കൺഫേം ആക്കാം. വൺസ് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റീഅറേഞ്ച് ഉള്ള ഓപ്ഷൻ വരികയുള്ളൂ. അതാണ് ഞാൻ അടുത്ത് പറയാൻ വെച്ച കാര്യം. റീഅറേഞ്ച് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റീഅറേഞ്ചിനുള്ള റീഅറേഞ്ച് ഓപ്ഷൻ എപ്പോഴാണ് ഓൺ ആവുന്നത്, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റീഅറേഞ്ച് ഓപ്ഷൻ എന്ന് പറയുന്നത്, റീഅറേഞ്ച്മെൻറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ആഫ്റ്റർ ടോക്കൺ ഫീ പേയ്മെൻറ്റ്. ഒന്നുകിൽ ടോക്കൺ ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഅറേഞ്ച്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഓപ്ഷൻ വരിക. മിക്കവാറും നിങ്ങൾക്ക് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ടാവും. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ട് എന്നുള്ളതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ദയവേത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ബാക്കിയുള്ള ആളുകൾക്കും കൂടി എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആ കാര്യം വരുന്നത്. പിന്നെ ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് 5/8 മുൻപായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടയ്ക്കുക. ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഫോളോ ചെയ്യുക. പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് മൈൻഡിൽ വെക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സ്ഥലത്ത് കിട്ടട്ടെ. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സാധനം മനസ്സിൽ വെച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല സ്ഥലത്ത് തന്നെ കിട്ടട്ടെ, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ അടുത്തൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതുമായിട്ട് ഞാൻ നിങ്ങൾക്ക് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. ഞാൻ പെർസെൻറ്റേജ് നോക്കിയപ്പോൾ 60% പോകും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന സാധനം മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ, ഇടുന്നുള്ളൂ. ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, വീണ്ടും ഇപ്പോഴും പറയാണ്, തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു. നല്ല രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.